വിഷ്ണുവിന്റെ ജനറേഷനിലുള്ള എല്ലാ പിള്ളേരെയും അമ്മൂമ്മയെ പഠിപ്പിച്ചിരിക്കണം കുളത്തില് മീൻ പിടിക്കാൻ. ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ കേരള, അതാണ് വ്ലോഗ്, ഡെയിലി വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തി, ദിവാലി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ തായങ്കാവ് അമ്പലത്തിലേക്ക് പോവാണ്. അവിടെയാണ് വിഷ്ണുവിന്റെ മുത്തശ്ശനും അമ്മൂമ്മയും തറവാട് അവിടെയാണ്, വിഷ്ണുവിന്റെ തറവാട് അവിടെയാണ്. അപ്പൊ മെയിൻലി നമ്മള് മുത്തശ്ശനും അമ്മൂമ്മയും കാണണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് തായങ്കാവ് അമ്പലത്തിൽ തൊഴണമെന്നുണ്ട്. ബിക്കോസ് കുട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ ആ അമ്പലത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ കുട്ടീനെ ഒന്ന് തൊഴിക്കണം എന്നുണ്ട്. അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. കുളം അമ്പലം, ഇതാണ് തായങ്കാവ് അമ്പലം. പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അമ്പലത്തിൽ തൊഴുതു. നമ്മള് മുത്തശ്ശനും അമ്മൂമ്മേനെയും കണ്ടു. എല്ലാം കുറെ നേരം ഇരുന്നു. നമ്മളവിടെ സംസാരിച്ചു. വലിയമ്മ വലിയച്ഛൻ എല്ലാവരെയും കണ്ടു, സംസാരിച്ച് കുറെ നേരം ഇരുന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ തായങ്കാവ് അമ്പലം ഇവിടെ തൃശ്ശൂർ ചൂണ്ടൽ ഭാഗത്ത് ആണ്. അപ്പോൾ അവിടെ മെയിൻ പ്രതിഷ്ഠ വന്നിട്ട് അയ്യപ്പൻ, ആൻഡ് സൈഡില് ഭഗവതി, ഗണപതി, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ബാക്കിൽ ശിവന്റെ വേറൊരു സൈഡായിട്ട് ബാക്കിന് കൂട്ടി പോയി. അപ്പൊ ശിവന്റെ അവിടേക്ക് എനിക്കും കുട്ടിക്കും പോകാൻ പറ്റില്ല, ബിക്കോസ് കുട്ടിക്ക് 1 വയസ്സായിട്ടില്ല. അപ്പൊ 1 വയസ്സ് കഴിഞ്ഞിട്ടേ അമ്മയ്ക്കും കുട്ടിക്കും പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവന് ഇപ്പൊ ആവണേ ഉള്ളൂ. ഇപ്പൊ 5 ദിവസം കഴിഞ്ഞാൽ ഇവന്റെ ബർത്ത്ഡേ ആവുള്ളൂ. അപ്പൊ അത് കാരണം ശിവന്റെ അവിടേക്ക് പോകാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഉള്ളിലത്തെ ഭാഗമൊക്കെ കാണും. ഫ്രണ്ടിലും നല്ല രസമുള്ള കുളവും ആൽമരവും. അപ്പൊ വിഷ്ണു ഇങ്ങനെ കുറെ കുട്ടിക്കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ പോയപ്പോ അമ്മൂമ്മയാണ് ഇവരെ, ഈ വിഷ്ണുവിന്റെ ജനറേഷനിലുള്ള എല്ലാ പിള്ളേരും അമ്മൂമ്മയാണ് ഇങ്ങനെ അത് ആ കുളത്തിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒട്ടുമിക്ക എല്ലാ പിള്ളേരും വിഷ്ണുവിന്റെ ജനറേഷനിലുള്ള എല്ലാ പിള്ളേരെയും അമ്മൂമ്മയെ പഠിപ്പിച്ചിരിക്കണം കുളത്തില് മീൻ പിടിക്കാൻ. No, God, please, no, 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 no. വിഷ്ണുവിന്റെ ജനറേഷനിലുള്ള എല്ലാ പിള്ളേരെയും, വീട്ടിലുള്ള എല്ലാ പിള്ളേരും അമ്മൂമ്മ കേട്ടോ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ കുളത്തില് അമ്മൂമ്മ ഇങ്ങനെ നീന്താനിങ്ങനെ ഇടും. നീന്താൻ പഠിപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ചാ, ആദ്യമൊക്കെ കുറെ നന്നായി പഠിപ്പിക്കാൻ നോക്കും, ഇവര് വാശി പിടിക്കുമ്പോ ഉന്തിയിടും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അമ്മൂമ്മയാണ് ആ ഫുൾ ജനറേഷൻ. ഇവര് എല്ലാരും ബോയ്സാ, ആ ജനറേഷനിലുള്ള ഫുള്ള് ബോയ്സാ. അപ്പൊ ആ ഫുള്ള് എല്ലാരെയും അമ്മൂമ്മയാണ് തല്ലി പഠിപ്പിച്ചതെന്ന് പറഞ്ഞു നീന്താൻ. അപ്പോ അങ്ങനെ കുറെ, പിന്നെ നല്ലൊരു വലിയൊരു ആൽമാരം ഉണ്ടായിരുന്നു ഫ്രണ്ടില്. പിന്നെ അമ്പലത്തിന്റെ ഉള്ളില് നമ്മുടെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് തൊഴുതു. നമ്മൾ പുറത്തിറങ്ങി. അവിടെ മുത്തശ്ശൻ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. മുത്തശ്ശനെ കണ്ട് പുറത്തിറങ്ങിയപ്പോ വീണ്ടും വല്യമ്മ വലിയച്ഛനെ എല്ലാം, അപ്പൊ ഫാമിലി മൊത്തം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഇടയില് ഒരു കിങ് ഫിഷർ ഉണ്ടായിരുന്നു, അതിങ്ങനെ പറന്നു വന്ന് മീൻ കൊത്തി എടുക്കുന്നുണ്ടായിരുന്നു. കുളക്കോഴി ഇരിക്കുന്നുണ്ടായിരുന്നു കുളത്തിന്റെ കരയില്, അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ആകാശത്തോട്ട്. പിന്നെന്താ, ഒരു പൂമ്പാറ്റി കൂടി പറന്നു തോന്നുന്നു അല്ലെ ഇടയില്. എല്ലാം പറഞ്ഞു വന്നത് നല്ല രസമുണ്ടായിരുന്നു. നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോണു. വീട്ടിലെത്തിയിട്ട് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യും. നന്ദി, നമസ്കാരം. ബാക്കി പരിപാടികൾ അതപ്പോ പറഞ്ഞോളാം ഞാന്. നമ്മള് ജോർജ് ഏട്ടൻ സിറാഗമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പണി മൂവി കാണാൻ വേണ്ടിട്ട്. ഇതിലൊന്നും കേൾക്കുന്നുണ്ടാവില്ല അല്ലെ, ഓട്ടോന്റെ അച്ഛയില്.
സോ നമ്മൾ സിനിമയ്ക്ക് പോയിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തീരുമാനിച്ചു സിനിമയ്ക്ക് പോകാം. ബിക്കോസ് ഇപ്പോഴേ പോകാൻ പറ്റുള്ളൂ, കുട്ടീനെ കൊണ്ട് പോകാൻ പറ്റില്ല. ആൻഡ് ഏൽപ്പിച്ചു, കുട്ടീനെ വീട്ടിലേൽപ്പിച്ചു. ആൻഡ് ഞാനും വിഷ്ണു പണി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ കൊറേ ആയി നമ്മള് എന്താണ് സിനിമയൊക്കെ കാണാൻ വന്നിട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ജോർജേട്ടന്റെ രാഗത്തിന് വന്നിരിക്കുകയാണ്. തൃശ്ശൂർ റൗണ്ടൊക്കെ കറങ്ങി ജോർജേട്ടൻ രാഗമില് കയറിയിട്ടുണ്ട്. ഞാനിത് റെനോവേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് വരണേ. ഐ തിങ്ക് ഞാൻ ലാസ്റ്റ് കണ്ട പടം മീശ മാധവനായിരിക്കും ഇവിടെ. Meanwhile. ഇങ്ങനെ വരൂ പോയോ? ആ യെസ്, ഷൊർണൂർ റോഡ് കൂടി പോവാം. നമ്മൾ സിനിമ ഒക്കെ കണ്ടു, തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലുണ്ടായത് നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് പോയി. ഉച്ചയ്ക്ക് നമുക്ക് വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, സോ അതൊക്കെ ചെയ്തു. ആൻഡ് വൈകുന്നേരം സിനിമ കണ്ടു. It's a good movie. It's a very good movie. Not like a feel-good movie or a comedy or feel-good movie. It has got violence. It has got gruesome scenes. So, അതൊക്കെ expect ചെയ്തിട്ട് you can be prepared and go. Like, obviously, reviews ഒക്കെ അതിനെക്കുറിച്ചുണ്ടാവും. So, once again, thanks for watching. അപ്പോൾ അടുത്ത vlogൽ കാണാം. Until then, don't forget to like, share and subscribe. Bye-bye.